നമ്മൾ പലപ്പോഴും വലിയ വലിയ സൂറത്തുകളെക്കുറിച്ചും വലിയ സൂറത്തുകളിൽ നിന്നുള്ള ചില പ്രത്യേക ആയത്തുകളെക്കുറിച്ചും വിശദീകരിക്കുമ്പോൾ അതിൻ്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞ് ഇത് ഇത്ര തവണ ഓതണമെന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുള്ളതാണ്, പക്ഷെ അത് ചെറിയ ഞങ്ങൾക്ക് പരിചയമുള്ള സൂറത്തുകളെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. ഇപ്പോൾ 10 കാഫുകളുള്ള 5 ആയത്തുകളുണ്ട്, വലിയ മഹത്വമുള്ള ആയത്തുകളാണ്. പൂർവികരൊക്കെ സൂഫിയാക്കളൊക്കെ പകർത്തിയിരുന്ന ഒരു ആയത്തും കൂടെയാണത്, ആ 5 ആയത്തുകൾ. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും ഇതൊന്നും ഞങ്ങൾക്ക് ഓതാൻ അറിയൂല, ഞങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ചില അത്ഭുതങ്ങളായ ചില വഴികൾ, ചില അത്ഭുത സൂറത്തുകൾ, ചില വിഷയങ്ങൾ ഒക്കെ പറഞ്ഞു തരുമെന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വളരെ പവിത്രതയേറിയ അതിവിശിഷ്ടമായ ഒരു സൂറത്തുണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന സൂറത്താണ്, നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന സൂറത്താണ്. പക്ഷെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഓതുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് തിരിയുള്ളൂ. നമ്മളതിൻ്റെ കൃത്യമായ മഹത്വം മനസ്സിലാക്കണം, അപ്പോഴാണ് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാനിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഈ സൂറത്ത് എനിക്കും നിങ്ങൾക്കും കാണാതറിയുന്നതാണ്, എല്ലാ ദിവസവും നമ്മൾ ഓരോരുത്തരും ഓതുന്നതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തീർച്ചയായും ഫലം ലഭിക്കുമെന്ന് ഉറപ്പുള്ള സൂറത്തും കൂടെയാണ്. ഇത് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, അത്ഭുതങ്ങൾ ഉണ്ടാകും. ഇത് നിങ്ങൾ കേൾക്കുക, ഇതിൻ്റെ ഓരോ മഹത്വങ്ങളും കേൾക്കുക, അതറിഞ്ഞ് നിങ്ങൾ ചെയ്യുക. വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹ്ക്ക് കഴിയാത്തൊന്നുമില്ലല്ലോ. നമ്മൾ പലപ്പോഴും ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞതാണ്, നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും പലരും വിളിക്കാതൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാനുള്ള പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വിശദീകരിച്ച് എല്ലാ ദിവസവും നമ്മൾ പറയുന്നത്. ഇതിൻ്റെയൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇഖ്ലാസ് സൂറത്ത് എന്ന് പറഞ്ഞാൽ, ഇഖ്ലാസ് സൂറത്ത് ഓതുന്നതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ എണ്ണങ്ങളൊക്കെ എത്ര തവണ ഓതിയാൽ എന്താണതിൻ്റെ ഗുണങ്ങൾ, എന്താണതിൻ്റെ മഹത്വങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് പ്രിയമുള്ളവരെ ആത്മാർത്ഥമായിട്ട് ഓതുക. അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇവിടെ നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വഹാബാക്കളിൽ നിന്ന് കേട്ടത്, അവരൊക്കെ ചെയ്തത്, നമുക്ക് മുമ്പ് കടന്നുപോയ ഔലിയാക്കൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയത്, സ്വഹാബാക്കൾ ചെയ്തത്, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കേൾക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധരങ്ങളിൽ നിന്നുതിർന്നു വീണ മൊഴിമുത്തുകൾ ഹദീസിൻ്റെ വചനങ്ങളിൽ വന്നതാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുർആനിൽ 1/3 ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഓതാൻ കഴിയൂലേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കണം. എന്താ ചോദിക്കുന്നത്? ഖുർആനിലെ 1/3 ഇന്നത്തെ രാത്രി കൊണ്ട് നിങ്ങൾക്ക് ഓതാൻ കഴിയോ എന്ന് ചോദിക്കണം. അപ്പോൾ കേട്ടിരിക്കുന്ന എല്ലാവരും പറഞ്ഞു, അതെങ്ങനെ സാധിക്കാനാണ് ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഖുൽ ഹുവല്ലാഹു ഓതുവിൻ, അത് ഖുർആനിൻ്റെ 1/3 തുല്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോക്കൂ, ഖുർആനിൻ്റെ 1/3, ഖുർആനിൻ്റെ കട്ടി എത്ര ഉണ്ട് നമുക്കറിയാം. അതിനെ 3 ഭാഗമാക്കുക. 3 ഭാഗമാക്കി കഴിഞ്ഞാൽ 3 തവണ നമുക്ക് ഓതാനിരിക്കാം. അങ്ങനെ ഒരു ഭാഗം ഒരു തവണ ഓതുക, രണ്ടാമത്തെ ഭാഗം 2 തവണ ഓതുക, മൂന്നാമത്തെ ഭാഗം 3 ഭാഗം ഓതുക. അപ്പോൾ ഖുർആൻ മുഴുവൻ ഓതി. അങ്ങനെയുള്ള 3 ഭാഗങ്ങളാക്കിയിട്ട് അതിൽ ഒരു ഭാഗം മുഴുവനായിട്ട് ഓതിയ ഫലം കിട്ടും ഈ 3-4 വരികളുള്ള ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ. ഇങ്ങനെ തന്നെ പല ഹദീസുകളിലും വന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ പറഞ്ഞു, ഞാൻ ഈ ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നീ അങ്ങനെ ഖുൽ ഹുവല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ, എന്നാൽ ആ സ്നേഹം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഇനി നോക്കൂ നിങ്ങൾ മറ്റൊരു ഹദീസ്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ഓതിയാൽ അയാൾ അള്ളാഹുവിലും മുർസലുകളിലും വേദങ്ങളിലും വിശ്വസിച്ച കൂലിയുണ്ട്. അയാൾക്ക് എല്ലാ കിതാബുകളിലും
അതേപോലെ തന്നെ അള്ളാഹുവിലും അവൻ്റെ മുർസലുകളിലും വിശ്വസിച്ചതിൻ്റെ പ്രതിഫലമുണ്ട്. മാത്രമല്ല 100 രക്തസാക്ഷികളുടെ പ്രതിഫലവും അവന് ലഭിക്കുമെന്ന് തഫ്സീറുൽ കബീറിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നോക്കൂ, ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിയാൽ ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങൾ നമുക്കറിയാവുന്ന സൂറത്തല്ലേ. എന്തേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ ഇങ്ങനെ പലപ്പോഴും പലരും പറയാറുണ്ട്, ഞാനിങ്ങനെ എപ്പോഴെങ്കിലും എന്തൊരു ചൊല്ലാനിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വായിലേക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് എന്ന് വരാറുണ്ട്. ഞാൻ എത്ര തവണയാണ് ഓതുന്നതെന്ന് അറിയൂല, ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുക. ഈ സൂറത്ത് നമ്മൾ വെറുതെ ഓതുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങൾ ഒരുപാട് ഹദീസിൽ കാണാം. ഈ 1/3 തുല്യം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, ആരെങ്കിലും ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ, ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ അയാളുടെ ശരീരം നരകത്തിന് ഹറാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഗുണം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം അഹ്മദും അബൂദാവൂദും അതേപോലെ തന്നെ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും 1/3 തുല്യമാണെന്ന് വന്നത് കാണാം. ആരെങ്കിലും 3 തവണ ഖുൽ ഹുവല്ലാഹു പാരായണം ചെയ്താൽ അവന് ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിനെ 3 ഭാഗമാക്കുക. ആദ്യത്തെ ഒരു ഭാഗം, രണ്ടാമത്തെ ഒരു ഭാഗം, മൂന്നാമത്തെ ഒരു ഭാഗം. ഒരു തവണ ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഖുർആനിൻ്റെ 1/3 ഭാഗം ഓതിയതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും, കൂലി ലഭിക്കും. അപ്പോൾ ഖുർആനിൻ്റെ 1/3. രണ്ടാമതൊരു ഖുൽ ഹുവല്ലാഹു ഓതുകയാണെങ്കിൽ ഖുർആനിൻ്റെ 2/3 അഥവാ ഖുർആനിൻ്റെ 2/3 ഭാഗം ഓതിയതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. മൂന്നാമതൊരു ഖുൽ ഹുവല്ലാഹു നമ്മൾ ഓതുകയാണെങ്കിൽ 3/3 അഥവാ ഖുർആൻ മുഴുവനും നമുക്ക് ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ മരണ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് വിഷയങ്ങളാണെങ്കിലും നമ്മൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഫാത്തിഹ വിളിക്കും. അങ്ങനെ ഫാത്തിഹ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. അതെന്തേ? ഫാത്തിഹ തന്നെ വലിയ മഹത്വമുള്ളതാണ് അല്ലേ. വിശുദ്ധ ഖുർആനിലുള്ളതെല്ലാം ഫാത്തിഹയിലുണ്ട്, ഫാത്തിഹയിലുള്ളതെല്ലാം ഫാത്തിഹയുടെ ബിസ്മിയിലുണ്ട്, ബിസ്മിയിലുള്ളതെല്ലാം ബിസ്മിയുടെ ബായിലുണ്ട്. ഇങ്ങനെ നമ്മളതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫാത്തിഹയ്ക്ക് തന്നെ വലിയ പവിത്രതയുണ്ട്. ആ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് പിന്നെ ഒരു ഖുൽ ഹുവല്ലാഹു 2, 3 ഖുൽ ഹുവല്ലാഹു ഓതുമ്പോൾ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം. പിന്നെ അതിന് ശേഷമുള്ള ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുന്നു. അപ്പോൾ നമുക്ക് വലിയ മഹത്വങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ ആ വലിയ ഗുണങ്ങളിലേക്ക് നമുക്കെത്താൻ കാരണമാകും 3 ഖുൽ ഹുവല്ലാഹു ഓതുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് മഹത്തുക്കൾ പണ്ട് മുതലേ ഇത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഓതുന്നതിനെ വല്ലാതെ നമ്മെ പ്രചോദിപ്പിച്ചതും നമ്മെ പരിശീലിപ്പിച്ചതും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തിനോടുള്ള സ്നേഹം, അതിനോടുള്ള ഹുബ്ബ്, അത് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മുടെ ഹൃദയത്തിൽ വേണം. അതിനോടുള്ളൊരു പ്രത്യേക ഹുബ്ബുണ്ടായാൽ സ്വർഗത്തിലെത്തിക്കുമെന്ന് സഹാബാക്കൾ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമുക്ക് ആ സൂറത്തിനോടൊരു ഹുബ്ബുണ്ടാവട്ടെ, ഒരു മഹബ്ബത്തുണ്ടാവട്ടെ, ഒരു സ്നേഹമുണ്ടാവട്ടെ. എങ്ങനെയാണ് സ്നേഹമുണ്ടാവുക? അത് സ്ഥിരമായി പാരായണം ചെയ്യുക. നമ്മളെ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കുന്നവരാകും. അതാണല്ലോ മുത്തുനബി തങ്ങളോട് പറഞ്ഞത്, ഞാൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങൾ എന്താ പറഞ്ഞത്? ആ സ്നേഹം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും. നമുക്കൊക്കെ ആ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. എങ്ങനെയാണ് ആ സ്നേഹം ഉണ്ടാവുക? അതൊരു ദിവസം തന്നെ കുറേ തവണ പാരായണം ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള സാധനം, ഇഷ്ടമുള്ള വസ്തു അതെപ്പോഴും ഉപയോഗിക്കുകയും അതെപ്പോഴും നമ്മൾ പറയുകയും അതിനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനോടുള്ളൊരു സ്നേഹം നിനക്കുണ്ടായിരുന്നോ എന്ന് നാളെ റബ്ബ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? നാളെ റബ്ബ് നമ്മളോട് ചോദിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ചോദിക്കണം, നിനക്ക് സൂറത്തുൽ ഇഖ്ലാസിനോട് സ്നേഹം ഉണ്ടായിരുന്നോ ചോദിച്ചാൽ എങ്ങനെ നമുക്കതിന് മറുപടി കൊടുക്കാൻ പറ്റും? എങ്ങനെയൊക്കെ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കാൻ പറ്റും? എങ്ങനെയൊക്കെ? സൂറത്തുൽ ഇഖ്ലാസ് അക്ഷരത്തെറ്റ് കൂടാതെ പഠിക്കുക. സൂറത്തുൽ ഇഖ്ലാസ് തജ്വീദിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ തഫ്സീർ പറ്റുമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ചുള്ള വഅളുകൾ കേൾക്കുക.
സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് സൂറത്തുൽ ഇഖ്ലാസ് ഏതു സമയങ്ങളിലും നമ്മൾ അതിനെക്കുറിച്ച് അതിങ്ങനെ ഓതുക, അത് പാരായണം ചെയ്യുക, നമ്മുടെ മക്കൾക്ക് ഓതി കൊടുക്കുക. അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുക. അപ്പോൾ നിന്നോടൊരാൾ ചോദിക്കണം, നിനക്ക് സൂറത്തുൽ ഇഖ്ലാസിനോട് സ്നേഹം ഉണ്ടായിരുന്നോ? അതെ. അതിനെന്താണ് നീ ചെയ്തിരുന്നത്? അതെ, ഞാൻ എല്ലാ ദിവസവും ഓതാറുണ്ട്. ഞാനതിൻ്റെ ആശയം പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ തഫ്സീർ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം പഠിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ, വാഴകൾ കേട്ടിട്ടുണ്ട് എന്നല്ല. എന്നോട് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അക്ഷരം എത്രയാണെന്ന് ചോദിക്കൂ, ഞാനത് പറഞ്ഞു തരാം. അതിലെത്ര വാക്കുകളുണ്ട് എന്ന് ചോദിക്കൂ, ഞാനത് പറഞ്ഞു തരാം. അത്ര ഇഷ്ടമാണ് എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചത് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള ആ സ്നേഹം നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ആ പരിധിയിൽ നമുക്ക് പെടാൻ വേണ്ടി സാധിക്കുക. അപ്പം 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അവൻ വിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും വല്ലവനും അലി റളിയല്ലാഹു അൻഹു തൻ്റെ ഖൽബ് കൊണ്ട് സ്നേഹിച്ചാൽ ഈ സമുദായത്തിലെ 1/3 വിഭാഗത്തിൻ്റെ പുണ്യം അയാൾക്കുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെ ഖൽബ് കൊണ്ട്, നാവ് കൊണ്ട് കൂടി സ്നേഹിച്ചാൽ അയാൾക്ക് ഈ സമുദായത്തിൻ്റെ 2/3 ഭാഗത്തിൻ്റെ പുണ്യമുണ്ട്. ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ദേഹം കൊണ്ടും സ്നേഹിച്ചാൽ ഈ സമുദായത്തിലെ മുഴുവൻ പുണ്യവും അവർക്കുണ്ട്. ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഓതിയാൽ ഖുർആനിൻ്റെ 1/3 ഓതിയതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ്. 2 തവണ ആരെങ്കിലും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഖുർആനിൻ്റെ 2/3 ഓതിയതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. 3 തവണ ആരെങ്കിലും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന അതിമഹത്തായ സൂറത്ത് പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം അവനുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക. ഒരിക്കൽ മഹാനരായ അലിയാർ തങ്ങൾ മിമ്പറിൽ നിന്ന് കൊണ്ടരുളുകയാണ്, ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് നിമിഷം തന്നെ ഖുർആൻ മുഴുവനും ഓതിത്തരാം. ഇത് കേട്ട് അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഈ മിമ്പറിൽ നിന്ന് വിശുദ്ധ ഖുർആൻ മുഴുവനും ഞാൻ പാരായണം ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയ സ്വഹാബാക്കളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. അവിടുന്ന് മഹാനരായ അലിയാർ തങ്ങൾ ആ സമയം വിശുദ്ധ ഖുർആനിലെ അതിവിശിഷ്ടമായ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണയങ്ങ് പാരായണം ചെയ്തു കൊടുത്തു. അങ്ങനെ വിശുദ്ധ ഖുർആൻ മുഴുവനും ഓതിയതിൻ്റെ പ്രതിഫലം ലഭിച്ചു. ഒരാൾ മഹാനരായ അബൂ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഖുൽ ഹുവല്ലാഹു ആവർത്തിച്ചോതുന്നത് കേട്ടു. അയാളെ കാര്യം പിറ്റേ ദിവസം രാവിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അയാൾ ഓതിയത് അതത്ര നിസാരമായി കാണരുത്. അയാൾ ഓതിയത് കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ പ്രതിഫലം നൽകുന്നുണ്ട്, അവർക്ക് വലിയ ഗുണങ്ങൾ നൽകുന്നുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആരെങ്കിലും മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് 11 തവണ പാരായണം ചെയ്താൽ അയാൾക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരു മണിമാളിക ഒരുക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്തവർക്ക് വേണ്ടി അല്ലാഹു സ്വർഗത്തിൽ ഒരു സൗധമുണ്ടാക്കും. 20 എണ്ണം പാരായണം ചെയ്തവർക്ക് വേണ്ടി 2 സൗധമൊരുക്കും. 30 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തവർക്ക് 3 സൗധങ്ങൾ അല്ലാഹു അവിടെ പണിതു കൊടുക്കും. ഇത് കേട്ട മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എങ്കിൽ നമ്മുടെ സൗധങ്ങളാൽ നിറയുമല്ലോ അവിടെ ഒരുപാട് വീടുകൾ ഉണ്ടാകുമല്ലോ, ഒരുപാട് സൗധങ്ങൾ അവിടെ ഉണ്ടാകുമല്ലോ. അത്രയും അവിടെ സൂറത്തുൽ ഇഖ്ലാസ് ഇവിടെ നിന്ന് പാരായണം ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ കാരുണ്യം ഇതിനേക്കാൾ വിശാലമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ഇതിനേക്കാൾ വിശാലമാണെന്നാണ്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകിയത്. സ്വഹാബാക്കൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹയിൻ്റെ നാവ് കൊണ്ടല്ലേ പറയുന്നത്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് വരെ അവിടുത്തെ നാക്ക് വളച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ വഹയ് പ്രകാരം സംസാരിക്കാനല്ലാതെ. ആ ഹബീബായ തങ്ങളാണ് പറയുന്നത്, ഒരു തവണ ഒരാൾ ആരെങ്കിലും ഇത്ര തവണ പാരായണം ചെയ്താൽ ഇത്ര വീടുകൾ അവിടെ ഉണ്ടാകും, 30 വീടുകൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ എത്രയോളം വീടുകൾ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ സ്വർഗം വീടുകളെ കൊണ്ട് നിറയൂലേ എന്ന് ചോദിച്ചപ്പോൾ, വീടുകളെ കൊണ്ട് നിറഞ്ഞൊഴുകൂലേ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകൂല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതിനേക്കാൾ വിശാലമാണ്. അള്ളാഹു നമുക്ക് ആ ഗുണങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മഹാനരായ അലിയാർ തങ്ങൾ പറയുന്നുണ്ട്, റൂഹുൽ ബയാനിൽ ഇത് കാണാവുന്നതാണ്. ആരെങ്കിലും സുബ്ഹ് നിസ്കാരത്തിൻ്റെ ശേഷം 21 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്താൽ അയാളിൽ നിന്ന് ഒരു പാപവും ഉണ്ടാവുകയില്ല. പിശാചി എത്ര തന്നെ പരിശ്രമിച്ചാലും അതിനവന് കഴിയുകയില്ല. ഒക്കെ പതിവാക്കിയാൽ ആ ഒരു സ്ഥിതിയിലേക്ക് നമുക്കെത്താൻ വേണ്ടി സാധിക്കും. പലരും പറയാറില്ലേ, ഉസ്താദേ ഞാൻ മദ്യപാനം നിർത്താൻ വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. ഉസ്താദേ ഞാൻ ആ ബന്ധം ഒഴിവാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, എനിക്ക് കഴിയുന്നില്ല, എൻ്റെ മനസ്സിന്ന് പോകുന്നില്ല. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ പറയുന്നവർ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് സുബ്ഹിക്ക് ശേഷം 21 തവണ ആത്മാർത്ഥമായി പാരായണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു നോക്കൂ. അതിന് വലിയ ഫലം ലഭിക്കും. തഫ്സീർ റൂഹുൽ ബയാനിൽ ഈ വിഷയം കാണാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ 12 തവണ പാരായണം ചെയ്താൽ അയാൾ ഖുർആൻ 4 തവണ ഓതിയ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നത്. അയാളൊരു മുത്തഖിയാണെങ്കിൽ ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ അയാളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 3 ഗുണങ്ങൾ അല്ലെങ്കിൽ അതിലൊരു ഗുണം ഒരാളിൽ സമ്മേളിച്ചാൽ അയാൾക്ക് താൻ ഉദ്ദേശിച്ച വിധത്തിൽ വലിയ ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഹൂറികളെ വിവാഹം ചെയ്യാവുന്നതാണ്. ഗുണങ്ങളിൽ ഏതാണ് ആ 3 ഗുണങ്ങളെന്നറിയോ? 3 ഗുണങ്ങൾ ഒരാളിൽ മേളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു ഒരുപാട് ഗുണങ്ങൾ നൽകും, അനുഗ്രഹങ്ങൾ നൽകും. ഏതാണ് ആ 3 ഗുണങ്ങളെന്നറിയണോ? ഒന്ന്, അള്ളാഹുവിനെ ഭയന്ന് അമാനത്ത് സ്വത്ത് കൃത്യമായി തിരികെ ഏൽപ്പിച്ചയാൾ. അങ്ങനെ തിരികെ ഏൽപ്പിക്കുന്ന ഒരു കഴിവ് അവനിലേക്കുണ്ടായി കഴിഞ്ഞാൽ. രണ്ടാമത്തത്, സ്വന്തം പിതാവിൻ്റെ സ്വന്തം ഘാതകന് മാപ്പ് കൊടുക്കുന്നയാളുകൾ, അവർക്ക് സ്വഘാതകന് മാപ്പ് കൊടുക്കുന്നയാളുകൾ. മൂന്നാമത്തത്, എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു വലിയ ഗുണങ്ങൾ നൽകും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ പാരായണം ചെയ്യുക, 11 തവണ പാരായണം ചെയ്യുക. അതൊരു റിസ്ക് പിടിച്ച പണിയല്ലാന്ന്. അത് വളരെ പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റുന്നേ. സൂറത്തുൽ ഇഖ്ലാസ് ഒരു 3 തവണ ഓതൽ എത്ര പെട്ടെന്നാണ് നമ്മൾ ഓതല്ലേ. അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് പരമാവധി ഓതണം എന്ന് ഓർമ്മപ്പെടുത്തണേ. അക്ഷരത്തെറ്റ് കൂടാതെ ഓതണം, നല്ല സ്ഫുടതയോടുകൂടെ ഓതണം, അക്ഷരത്തെറ്റ് കൂടാതെ വൃത്തിയിൽ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഓതുമ്പോഴാണ് സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചവരുടെയൊക്കെ കൂട്ടത്തിൽ നമുക്ക് പെടാൻ വേണ്ടി സാധിക്കുക. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരാൾ 21 ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഓതിയാൽ അയാൾക്ക് അള്ളാഹു സ്വർഗത്തിൽ വലിയൊരു മണിമാളികയൊരുക്കുമെന്ന്. ഒരാൾ 50 തവണ ഖുൽ ഹുവല്ലാഹു ഓതിയാൽ, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അയാളുടെ 50 കൊല്ലത്തെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഒരു 50 വയസ്സായ ആളുകളൊക്കെ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് താഴെയുള്ള, അല്ലെങ്കിൽ എത്ര വയസ്സായിക്കോട്ടെ, ഏതു പ്രായത്തിലുള്ള ആൾ കേൾക്കുകയാണെങ്കിലും 50 വർഷത്തെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകുന്നതാണ് 50 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്യൽ. ഒരാൾ എല്ലാ ദിവസവും 50 തവണ ഖുൽ ഹുവല്ലാഹു പാരായണം ചെയ്യുന്നു,
ഓതിയാൽ ഖിയാമത്ത് നാളിൽ അയാളെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനായി വിളിക്കുന്നത് എങ്ങനെയായിരിക്കും? അള്ളാഹുവിനെ പ്രകീർത്തിച്ചവനെ എഴുന്നേൽക്കൂ, സ്വർഗത്തിൽ പ്രവേശിക്കൂ. നോക്കൂ നിങ്ങൾ, നാം ഖബറിൽ കിടക്കുന്ന സമയത്ത് ആ ഖബറിൽ നിന്ന് നമ്മെ വിളിക്കുന്നത് എങ്ങനെയാണ്? എഴുന്നേൽക്കൂ, അള്ളാഹുവിനെ പ്രകീർത്തിച്ചവനെ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മെ വിളിക്കുക എന്ന് മഹാന്മാരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുകയാണ്. വലിയ ഗുണങ്ങളല്ലേ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ല ഒരുത്തനും 100 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്താൽ അയാളുടെ 50 കൊല്ലത്തെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. 4 കാര്യങ്ങളിൽ നിന്ന് അയാൾ അകന്നിട്ടില്ലെങ്കിൽ, അന്യൻ്റെ രക്തം, ധനം, അതേപോലെ തന്നെ നിഷിദ്ധമായ ഭക്ഷണപാനീയങ്ങൾ, അതേപോലെ അവൻ്റെ അവയവങ്ങളൊക്കെ കൃത്യമായി അവന് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ 100 തവണ ഖുൽ ഹുവല്ലാഹു പാരായണം ചെയ്താൽ, അത് നിസ്കാരത്തിലാവട്ടെ നിസ്കാരത്തിൻ്റെ പുറത്താവട്ടെ, അയാൾക്ക് അള്ളാഹു നരകമോചനം നൽകും. നരകമോചനം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല. നരകമോചനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല. അതെപ്പോഴും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് വേണ്ടത്, അതെപ്പോഴും കൊതിക്കുകയാണ് വേണ്ടത്. നരകമോചനം നമുക്കെപ്പോഴും ലഭിക്കണം. അതിനു വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആകളിൽ പ്രത്യേകം ഉൾപ്പെടുത്തണം. നരകമോചനം വലിയ വിഷയം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കത്തിയാളുന്ന നരകാഗ്നിയെ തൊട്ട് നമ്മുടെ ശരീരത്തിന് അള്ളാഹു ഹറാമാക്കട്ടെ. ദിവസേന ഒരാൾ 200 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് പാരായണം ചെയ്താൽ അയാൾക്ക് അള്ളാഹു 1500 പുണ്യങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കും. 50 കൊല്ലത്തെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അയാൾക്ക് കടമില്ലെങ്കിൽ ഒരാൾ തൻ്റെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുറങ്ങാൻ കിടന്നുകൊണ്ട് 100 ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഓതിയാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു അയാളോടരുളും, എൻ്റെ അടിമേ, നിന്റെ വലതുവശത്തുള്ള സ്വർഗത്തിൽ കടന്നുകൊള്ളുക. വലിയ ഗുണങ്ങളാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക്. അള്ളാഹു അത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, ഒരു ദിവസം ഒരാൾ 200 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്താൽ അയാൾക്ക് അള്ളാഹു 1500 പുണ്യങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കും. അയാൾക്ക് കടമില്ലെങ്കിൽ, കടം വലിയൊരു ബാധ്യതയാണ്, അത് പരമാവധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഉള്ള ബാധ്യതകൾ അത് വീട്ടാൻ വേണ്ടിയും ശ്രമിക്കണം. ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരില്ലേ? സൂറത്തുൽ ഇഖ്ലാസ് ആത്മാർത്ഥമായി നേർച്ചയാക്കി ചൊല്ലിക്കോ. കടങ്ങൾ വീടാനുള്ള ഖൈറിൻ്റെ വാതിലുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നിൻ്റെ മുമ്പ് തുറന്നു തരുമെന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ 1000 ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അയാളെ തന്നെ അള്ളാഹുവിൽ നിന്ന് വിലക്ക് വാങ്ങി. എന്താണ് അയാളെ തന്നെ അള്ളാഹുവിൽ നിന്ന് വിലക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിനെ തൊട്ട് അവനക്ക് വലിയ കാവൽ നൽകും. അയാളെ തന്നെ വിലക്ക് വാങ്ങിയല്ലോ. വല്ലവനും 1000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്താൽ അയാൾ തന്നെ അള്ളാഹുവിൽ നിന്ന് വിലക്ക് വാങ്ങി. ആകാശഭൂമികളിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു വിളിച്ചു പറയുന്നവന് വിളിച്ചു പറയും, ഒരു ഖായിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും, അറിയണം, ഇന്ന ആൾ അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്നും വിമുക്തനാണ്. അവനിൽ നിന്ന് ആർക്കെങ്കിലും വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അത് അള്ളാഹുവിങ്കിൽ നിന്ന് വാങ്ങിച്ചു കൊള്ളുക എന്ന് പറയും. അപ്പോൾ 1000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഓതി തീർക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് ഓതി തീർക്കണം. 1000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഓതി തീർത്താൽ വലിയ നേട്ടങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നരകമോചനത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് 70,000 തഹ്ലീൽ. മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി സുഹൃത്തുക്കൾ, കൂട്ടുകാർ, കുടുംബക്കാർ, ദ്വാ കൊണ്ട് കടപ്പെട്ടവരൊക്കെ വന്ന്
ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് 70,000 ചൊല്ലും. അത് ചില നാടുകളിൽ 3-ൻ്റെ അന്ന് ചൊല്ലും, ചിലർ 40-ൻ്റെ അന്ന് ചൊല്ലും, ചിലർ 14-ൻ്റെ അന്ന് ചൊല്ലും, ചിലർ 7-ൻ്റെ അന്ന് ചൊല്ലും. എങ്ങനെയോ ആവട്ടെ, ഓരോ നാടുകളിൽ ഓരോ ശൈലിയാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് അറിയിച്ചാൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. മരണപ്പെട്ടവരുടെ പേരിൽ ദിക്റെല്ലാം വേണ്ടി ഒരുമിച്ച് കൂടലില്ല. ചിലർ തഹ്ലീലുണ്ടെന്ന് ചിലർ പറയും. ചില നാട്ടിലൊക്കെ അതിനൊരു പ്രത്യേക പ്രയോഗങ്ങളുണ്ട്. ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ അതിനെന്തെന്നാ പറയുക, മരണപ്പെട്ടതിന് ശേഷം ദിക്റെല്ലാം വേണ്ടി ഒരുമിച്ച് കൂടുന്നതിന് പല നാടുകളിലും പല പ്രയോഗങ്ങളാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സേവനം ചെയ്തുകൊണ്ട് എനിക്ക് അവിടെയുള്ള പ്രോഗ്രാമുകളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് അവിടെ ആ നാട്ടുഭാഷയിൽ എന്താണത് പ്രയോഗിക്കുന്ന പല രൂപത്തിൽ കേട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ 2 സ്ഥലങ്ങളിൽ നിന്നപ്പോൾ, തലശ്ശേരിയിലും അതുപോലെ തന്നെ പിണറായിലും നിന്നപ്പോൾ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന്, എറണാകുളത്ത് നിന്ന്, വയനാട്ടിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അതിങ്ങനെ കേട്ടിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ അതിന് പറയാന്ന് പറയും. അങ്ങനെ 70,000 തഹ്ലീൽ ചൊല്ലിയാൽ അത് അയാളുടെ പാരത്രിക ലോകത്ത് വലിയ ഗുണാകുന്നുള്ളതാണ്. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടൊരു വലിയ അമലുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. കഴിയുന്നവരൊക്കെ അത് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവർ ചെയ്യുകയോ അവർ സ്വന്തം ചെയ്യുകയോ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്താൽ വലിയ ഫലം ഉണ്ടാകും. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് ഇനിയും ധാരാളം പറയാനുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ അത് പറയും. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തൽക്കാലത്തിന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുക. അള്ളാഹു നമുക്കത് പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണം അല്ലാഹ്. രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. നമ്മുടെ മജ്ലിസ് നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക, ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുക. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.